നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമിക്രോൺ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആഗോളതലത്തിൽ 3000-ഓളം സർവീസുകൾ അവസാന നിമിഷം റദ്ദാക്കി വിമാന കമ്പനികൾ. ഇന്നലെയും ഇന്നത്തെയും ക്രിസ്മസ് ഫ്ലൈറ്റുകൾ അവസാന നിമിഷം റദ്ദാക്കിയത് യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തി. ഇന്നലെ രാവിലെ വരെ ആഗോളതലത്തിൽ റദ്ദാക്കലുകളുടെ എണ്ണം 3000-ലധികമാണെന്നാണ് റിപ്പോർട്ട്. യുഎസിൽ ചില പ്രാദേശിക പ്രതികൂല കാലാവസ്ഥയും വിമാന സർവീസുകൾ റദ്ദാക്കാൻ കാരണമായിട്ടുണ്ട്. യുണൈറ്റഡ് എയർലൈൻസ് ഇന്നലെ 12ഓളം വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടാൻ ഷെഡ്യൂൾ ചെയ്ത 150 ഫ്ലൈറ്റുകൾ റദ്ദാക്കി. ജെറ്റ് ബ്ലൂ, അലഞ്ചിയർ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് എയർലൈനുകളെയും ഇന്നത്തേക്ക് ഷെഡ്യൂൾ ചെയ്ത ഭൂരിഭാഗം വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം ഓസ്ട്രേലിയയിൽ സിഡ്നിയിലെയും മെൽബണിലെയും വിമാനത്താവളങ്ങളിൽ ഡസൻ കണക്കിന് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. വൈറസ് വ്യാപനം തുടരുന്നതിനാൽ വിവിധ മേഖലകളിലെ ജീവനക്കാരുടെ കുറവ് പല രാജ്യങ്ങളിലും സേവനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് വിവരം. അതേസമയം അവധിക്കാല സീസണിൽ അപ്രതീക്ഷിതമായി വിമാനങ്ങൾ റദ്ദാക്കുന്നതിനെതിരെ ഉപഭോക്താക്കളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഒമിക്രോൺ ഭീതിയെ തുടർന്ന് 4 രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് കൂടി UAE വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കെനിയ, ടാൻസാനിയ, എത്യോപ്യ, നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് UAE. വിലക്കേർപ്പെടുത്തിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അന്യരാജ്യങ്ങൾ വഴി UAEയിൽ എത്തുന്ന യാത്രക്കാർക്ക് അയൽ രാജ്യങ്ങളിൽ 14 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണെന്നും അറിയിച്ചിട്ടുണ്ട്. പുതിയ തീരുമാനം UAEയിലേക്ക് വരുന്നതിന് 14 ദിവസം മുൻപ് ഈ 4 രാജ്യങ്ങൾ സന്ദർശിച്ചവർക്കും ബാധകമാണ്. ഒമിക്രോൺ പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 4500ഓളം വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. കൊറോണയുടെ അപകടകരമായ വകഭേദം കൂടുതൽ പിടിമുറുക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് വാരാന്ത്യത്തോട് അനുബന്ധിച്ചാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത്. ആഗോളതലത്തിൽ ഏകദേശം 2401 വിമാന സർവീസുകൾ ക്രിസ്മസ് ദിനത്തിന്റെ തലേ ദിവസമായിരുന്ന വെള്ളിയാഴ്ച മാത്രം റദ്ദാക്കിയിട്ടുണ്ട്. 10,000-ഓളം വിമാനങ്ങൾ വൈകുകയും ചെയ്തു. ക്രിസ്മസ് ദിനത്തിൽ പുറപ്പെടാനിരുന്ന 1779 വിമാനങ്ങളും സർവീസ് നടത്തിയിട്ടില്ല. ഞായറാഴ്ച നടക്കാനിരുന്ന 402 സർവീസുകൾ റദ്ദാക്കിയതായി അറിയിക്കുകയും ചെയ്തു. ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസയും വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഒമിക്രോൺ സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കെയാണ് ലുഫ്താൻസ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കാനൊരുങ്ങുന്നത്. ആകെയുള്ളതിൽ 10% വിമാന സർവീസുകളാണ് ലുഫ്താൻസ റദ്ദാക്കുക. ജനുവരി മുതൽ ഫെബ്രുവരി വരെയുള്ള ബുക്കിംഗിൽ വൻതോതിൽ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പലരും ബുക്കിംഗ് റദ്ദാക്കുകയും ചെയ്യുന്നു. ഈയൊരു സാഹചര്യത്തിൽ 10% ബുക്കിംഗുകൾ റദ്ദാക്കാൻ നിർബന്ധിതരായിരിക്കുകയാണെന്ന് കമ്പനി CEO അറിയിച്ചു. 33,000 വിമാന സർവീസുകളെങ്കിലും റദ്ദാക്കേണ്ടി വരുമെന്നാണ് ലുഫ്താൻസ കണക്കാക്കുന്നത്. ലുഫ്താൻസയുടെ പ്രധാന സർവീസ് കേന്ദ്രങ്ങളായ ജർമ്മനി, ഓസ്ട്രിയ, ബെൽജിയം തുടങ്ങിയ സ്ഥലങ്ങളിൽ കോവിഡ് വ്യാപനം ഉയരുന്നതാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത്. കോവിഡിന് മുൻപ് നടത്തിയിരുന്ന സർവീസുകളുടെ 60% മാത്രമാണ് ലുഫ്താൻസ നിലവിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തുന്നതോടെ UK, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് ജർമ്മനി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതേസമയം സൗദി എയർലൈൻസ് താൽക്കാലികമായി കരിപ്പൂരിലെ ഓഫീസ് പൂട്ടുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. കരിപ്പൂരിൽ വലിയ വിമാന സർവീസ് പുനരാരംഭിക്കാനുള്ള അനുമതി നീളുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് വിമാനത്താവളത്തിലെ ഓഫീസും അനുബന്ധ സ്ഥലവും എയർപോർട്ട് അതോറിറ്റിക്ക് തിരിച്ചേൽപ്പിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഓഫീസ് പ്രവർത്തനത്തിനും വിമാനങ്ങളുടെ പോക്കുവരവിനും മറ്റുമായി നിലവിൽ സൗദി എയർലൈൻസ് വാടക നൽകുന്ന സ്ഥലങ്ങൾ ഈ മാസം 31-ന് ഒഴിയാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.